നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മനോഹരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്കുള്ള വീടാണ്. ഈ വീട് നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഈ വീടുള്ളത്. ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീടുകളൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതിന് ചാർജൊന്നും വരുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നടക്കും. അതുപോലെ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഈ വീടുള്ളത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 2 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. അതേപോലെ മെയിൻ റോഡ് ബസ് റൂട്ടിലേക്ക് ഏകദേശം 250 മീറ്ററാണ് ദൂരമുള്ളത്. ഒരു സമാധാന ശാന്തപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ വീടുള്ളത്. കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ അടുത്ത് കൂടെയൊക്കെ ഉണ്ട്. ഏകദേശം 18 സെൻറ്റ് സ്ഥലമാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം. വീടും കിണറും പിന്നെ കുറച്ച് പുതിയതായിട്ടുള്ള വെച്ചിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങളും ആണ് ഈ വീട്ടിലുള്ളത്. എല്ലാവിധ സൗകര്യത്തോടും കൂടി 3 ബെഡ്റൂം, നല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വലിയ 3 ബെഡ്റൂമുള്ള ഒരു വലിയ വീട് തന്നെയാണ്. ഏകദേശം 2200ഓളം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്. മൊത്തം ഫർണിഷ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പണിയും കൂടി തീരാനുണ്ട്. ഏകദേശം ഒരു 4 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഫുൾ കംപ്ലീറ്റ് ആവും. നല്ല അടിപൊളിയായിട്ടുള്ള സൗകര്യങ്ങൾ, റോഡ് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്ത് തന്നെ നല്ല ഒരു 12-13 അടി വലുപ്പത്തിലുള്ള ഒരു റോഡുണ്ട്. അതേപോലെ 2-3 ലിങ്ക് റോഡുകൾ കയറുന്ന ഒരു ഏരിയയാണ്. ബസ് റൂട്ടിലേക്ക് 250 മീറ്റർ ദൂരത്തിലൊരു ഈ ഭാഗത്തേക്ക് ഒരു ബസ് റൂട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് ഒരു ബസ് റൂട്ടുണ്ട്. 2 ഭാഗത്തേക്കും ബസ് റൂട്ടുകളുണ്ട്. പിന്നീട് ടൗണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിലമ്പൂർ ടൗണിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. കരുളായി ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം. ഇതാണ് വീടിൻ്റെ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയ ഒരു സിറ്റ് ഔട്ട്, ഒരു കയറി പോകുന്ന ഒരു ഏരിയ. വലത് ഭാഗത്ത് കാണുന്നത് ഒരു ലിവിങ് ഹാളാണ്. അതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച, ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമ്മൾ നേരെ പോകുന്ന ഒരു 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ വീട്ടിലേക്ക് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കയറി. ഈ കാണുന്നതാണ് സീലിംഗ്, മൊത്തം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിമൻറ്റ് കൊണ്ട് തേച്ച് പുറമെ പുട്ടിയിട്ടുള്ള വീടാണ്. ഇത് മൊത്തം പുട്ടിയാട്ടോ, എല്ലാം പുട്ടിയിട്ടിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ല ജിപ്സം പ്ലാസ്റ്ററിങ് അല്ല, ശരിക്കും സിമൻറ്റ് തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് സീലിംഗ് ചെയ്തിട്ടുള്ള പുട്ടിയിട്ടിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലൊരു ജനൽ കൊടുക്കാനുള്ള ഒരു ഏരിയയാണ്, ഗ്ലാസ് കൊടുക്കാനുള്ള ഒരു ഏരിയയാണ്. അതേപോലെ നമ്മൾ തേക്കിൻ്റെ മരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പിടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പോകുമ്പോൾ നേരെ നിൽക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഹാള് പോലെയുള്ള ഒരു ഏരിയയാണ്. ഇത് ഡൈനിങ് ഹാളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡൈനിങ് ഹാളാണ്, ആ ഭാഗത്ത് ഡൈനിങ് ഹാളായിട്ട് വരും. ഇവിടെ അവർക്ക് വാഷ് ബേസിനൊക്കെ വരാനുള്ള ഒരു ഏരിയയാണ്. ഇത്ര ഏരിയയാണ് ഇവിടെ കയറി വരുന്ന ഭാഗത്ത് ഈ വീട്ടിൽ കാണാനുള്ളത്. ഈ കാണുന്നത് അടുക്കളയിലേക്കുള്ള ഡോറാണ്. ഇവിടെ ഒരു 5 കള്ളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയ ജനലും താഴത്ത് 5 കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്, ഇരുമ്പിൻ്റെ ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മുകളിലേക്കുള്ള കോണിപ്പടികൾ കാണാം, അതും സ്റ്റീലിൽ തന്നെ, ഇരുമ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ പാനൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇതൊരു സാധാ ചെറിയ വർക്കല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ കമ്പിയൊക്കെ നിങ്ങൾ തൊട്ട് നോക്കിയാൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പി തന്നെയാണ്. അതുപോലെ അടിയിൽ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ഷീറ്റാണ് അടിയിൽ വന്നിട്ടുള്ളത്, ഇരുമ്പിൻ്റെ ഷീറ്റാണ്. അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ പാനൽ കൊടുത്തിട്ടുള്ളതാണ്. നല്ല കനത്തിലാണ് മരം കൊടുത്തിട്ടുള്ളത്. അത് മുകളിലേക്ക് ഇങ്ങനെ കറങ്ങി പോകുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള രീതിയിലാണ് കോണിപ്പടികൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ എല്ലാ ഇതിലും സീലിംഗ് വർക്ക് മൊത്തം ജിപ്സം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ലൈറ്റ് കൊടുക്കാനുള്ള പാനലാണ് ഈ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത കയറി വരുന്ന ഭാഗത്ത് തന്നെ വലത് ഭാഗത്തായിട്ട് നമ്മൾ വലിയ ഒരു ലിവിങ് സ്പേസാണ്.
വലിയ ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. അതിലും ഈ കാണുന്ന പോലെ 5 ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തും 5 ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഇതിന് എനിക്ക് തോന്നുന്നൊരു 13-11 സൈസ് ഉണ്ടായിരിക്കും ഏകദേശം ഈ ഒരു ഏരിയ. ഈ കാണുന്നതാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് ഇതാ ഈ കാണുന്ന ഏരിയയിലാണ് വരുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത ഒരു ഏരിയയിലേക്ക്, അടുത്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് 2 ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, അത് രണ്ടും 2 മുഖമായിട്ട് 2 ഭാഗത്തേക്ക് 2 മുഖമായിട്ടാണുള്ളത്. ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം. ഇതൊക്കെ തേക്കിലും പ്ലാവിലൊക്കെ ഉണ്ട് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കയറി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരു ബെഡ്റൂം, വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക്, ജിപ്സം വർക്കിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനൽ ഇതേപോലെ നല്ലോണം ഒരു ഏരിയ മൊത്തം, അതായത് ഒരു ചുമര് മൊത്തം ജനലാണ് കൊടുത്തിട്ടുള്ളത്. 5 കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഏരിയ മൊത്തം ഇതായിട്ടുള്ള ഏരിയയാണ്. അതേപോലെ ഈ കാണുന്നതാണ് ബാത്റൂമിൽ ടൈലിലൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ടൈലും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബാത്റൂം. അപ്പോൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അത് പുതിയ വീട് വർക്ക്, കുറച്ചും കൂടി ചെറിയ വർക്കുകൾ കംപ്ലീറ്റ് ആവാനുണ്ട്. എയർ ഹോളൊക്കെ മുകളിൽ തന്നെ കൊടുക്കാനുള്ള ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്പേസ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ സ്പേസ് ഏകദേശം 12x12 ഈ ഒരു റൂമിൻ്റെ വലുപ്പട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് പോകാം. അടുത്ത റൂം ഇതേപോലെ തന്നെ വലിയ ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിൽ ഇവർ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഏരിയ മൊത്തം 4 കള്ളിയിലുള്ള ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 4 കള്ളി ആയിട്ട് അല്ലേ, വലിയ വിധത്തിലാണ്. അതും നല്ല ബ്രാൻഡ് സാധനങ്ങൾ കൊണ്ടാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ ഒരു ഷെൽഫ്, അതേപോലെ 2 ചെറിയ ഷെൽഫുകൾ അല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്പേസ്. അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് വർക്കുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. അതേപോലെ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടെങ്കിൽ 6x6 ആ സൈസിലാണ് കട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതും ഇംബിൾഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല വർക്കിൽ തന്നെ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കണം. ഈ കാണുന്ന ഇതാണ് ഇതിൽ വിരിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടെങ്കിൽ ഈ ഷീറ്റാണ് ഇതിൽ വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറമെ മൾട്ടിവുഡ് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റൂമിലാണെങ്കിൽ 5 ജനലുകൾ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സിംഗിൾ ജനലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതേപോലെ ലൈറ്റും പാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാന് ഇറങ്ങാനുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നേരെ ഇതിൻ്റെ ഈ ഒരു സ്പേസ്, അതായത് നമ്മുടെ ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഏരിയ അതിൽ പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. നേരെ ഇടത്തേക്ക് ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ണാടി വെക്കാനുള്ള ഒരു ഏരിയയും അതേപോലെ ഷെൽഫുകൾ, നമ്മളെ റൂമിലുള്ള സകലമാന സാധനങ്ങളും കയറ്റാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിലേക്ക് നല്ല വലുപ്പത്തിൽ തന്നെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒരേ പാറ്റേൺ, ഒരു നീല മയത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതാണ് ബാക്കിയുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ വർക്ക് ഷെൽഫിൻ്റെ ഒന്നും വർക്ക് ചെയ്യാനുള്ള എല്ലാ വർക്കും കഴിഞ്ഞതാണ്. താഴത്ത് ഇതാക്കുന്ന ഒരു വലിപ്പ്, സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള ഒരു വലിപ്പ്, 2 വലിപ്പ്, അതേപോലെ അടിയിലുള്ള ഒരു ഷെൽഫ് ഉണ്ട്. ഇത്രയും ഏരിയയാണ് ഇതിലുള്ളത്. സ്പേസ് ഇല്ലാത്ത പ്രശ്നം ഈ ഒരു വീട്ടിൽ വരുന്നില്ല. എന്ത് വേണമെങ്കിലും കൊള്ളിക്കാനുള്ള. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ മൊത്തം പുട്ടി ഇട്ടിട്ടാണ് മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാം, ജിപ്സം പ്ലാസ്റ്ററിങ് അല്ല, സാധാ ചുമരിൻ്റെ പുറത്ത് ജിപ്സം പുട്ടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇവിടെ കണ്ടില്ലേ, നല്ല ഡിസൈനായിട്ടാണ് ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഒരു ത്രികോണ ആകൃതിയിൽ, ത്രികോണമല്ലല്ലോ, ഇതെങ്ങനെ പറയാം, ഈ ഒരു ഷേപ്പിലാണിത് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലുപ്പത്തിലുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂം കേട്ടോ. ഭയങ്കര വലുപ്പത്തിലാണ് ബാത്റൂമൊക്കെ ഉള്ളത്. ഹൈറ്റും നല്ല ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എയർ ഹോളും പിന്നെ അതേപോലെ വിൻഡോയും അത്രയും ഉയരത്തിലാണ്, നമുക്ക് എത്താത്ത അത്രയും ദൂരത്തിലാണ്.
നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷവറൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് വെള്ളം വരുന്ന ഒരു ഏരിയയാണ്. നല്ല ചെയ്ത വർക്കുകൾ ഒന്നിലും ഒരു മായവും ചേർത്താതെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കല്ലിൽ ചവിട്ടുന്ന ഫീൽ കേട്ടോ, താഴത്തെ ഒരു കല്ലിൽ ചവിട്ടുന്ന ആ ഒരു ഫീലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തേക്കാണ് കേട്ടോ, ഒക്കെ തേക്കും പ്ലാവുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത കാണാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കളയുടെ ഏരിയയാണ്. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നു ഇതാണ് അടുക്കളയുടെ ഏരിയ. അടുക്കള നല്ല ഫുൾ ഫർണിഷ്ഡ്, അതായത് ജനൽ മാത്രമേ വെക്കാനുള്ളൂ, ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നല്ല എന്താ പറയുക, ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയയാണ്. ബാക്കിയുള്ള ഏരിയ മൊത്തം ഷെൽഫായിട്ട്, സ്റ്റോർ റൂമിൻ്റെ ആവശ്യം ശരിക്കും ഈ വീട്ടിലില്ല, അത്രയും സ്പേസ് ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ വെള്ളമാവുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഫുൾ മൾട്ടിവുഡിലാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. അതിനെ ഒരു പാനലായിട്ട് അടച്ചിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടവർക്ക് ഇപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക മോഡേൺ കിച്ചൺ ചെയ്യേണ്ട ആളുകൾക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇത് അതിന് വേണ്ടിയിട്ട് ഇട്ട സ്പേസാണ്. കാരണം ഇതിങ്ങനെ കവർ ചെയ്തിട്ട് കറങ്ങി വരുന്ന രീതിയിൽ അവിടേക്ക് പുറത്തേക്ക് ഇത് പോകുന്ന എയർ പോകുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മൊത്തം ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. ചെയ്ത വർക്കുകൾ മൊത്തം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഈ കാണുന്ന ഒരു ഏരിയ അല്ലേ, ഫുൾ സീലിങ്, റൂമിൽ അടുക്കളയുടെ ഈ ഭാഗത്തും ഫുൾ സീലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാനിനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം ഷെൽഫാട്ടോ, എല്ലാം ഷെൽഫാണ്. ഞങ്ങൾ തുറന്നിടാത്തതുകൊണ്ടാണ് മൊത്തം അല്ലേ, മൊത്തം ഷെൽഫ് കേട്ടോ അല്ലേ. ഇത്രയും ഏരിയ ഈ കാണുന്നതൊക്കെ ഷെൽഫാണ്, നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഇനി അടുത്ത് നമ്മൾ കാണേണ്ട ഒരു ഏരിയ, ഇതിപ്പോൾ നീല കളറിലാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്. അത് ഷെൽഫ് നമ്മൾ ഷെൽഫ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഷെൽഫുണ്ട് കേട്ടോ. ഷെൽഫ് തുറക്കുന്ന ഡോറിൽ ഷെൽഫുണ്ട്, നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഈ ഷെൽഫിൽ വരും. അതേപോലെ വേറെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോക്കട്ടോ, ഇതിങ്ങനെ നിൽക്കല്ലേ, ഇതിങ്ങനെ വലിക്കുകയാണെങ്കിൽ നേരെ റിവേഴ്സായിട്ട് ഇങ്ങോട്ട് വരും അല്ലേ. നമുക്ക് സ്ഥലം മുടക്കൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ അടഞ്ഞു കിടന്നാലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിൽ അല്ലേ. ഒരു വെറൈറ്റി കൺസെപ്റ്റാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടെ കാണുമ്പോൾ ഇവിടെ ഒരു ഷെൽഫ്, അതായത് താഴത്തുള്ള ഏരിയ, താഴത്ത്. അതേപോലെ ഇവിടെ ഗ്യാസ് കൊടുക്കാനുള്ള ഏരിയ ഒക്കെ ഇതിൽ തന്നെ. ഗ്യാസ് പുറത്തേക്കാണ് കേട്ടോ, വീടിൻ്റെ പുറത്തേക്കാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ വെക്കാനുള്ള കണ്ടോ, പാത്രങ്ങളൊക്കെ വെക്കാൻ, പാത്രം കത്തി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഇതേപോലെ നമ്മുടെ പ്ലേറ്റുകൾ വെക്കാനുള്ള ഏരിയ അതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഈ ഒരു ഭാഗം, ഇതൊരു വലിയ ഒരു ഷെൽഫ് തന്നെയാണ്. ഇനി നമുക്ക് അടുക്കളയുടെ, അതായത് നമ്മുടെ ഈ ഇവിടുത്തെ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകാം. ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ സിമ്പിളായിട്ട് പോകും കേട്ടോ. അതായത് വെറുതെ വെച്ചാൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കായി അടയും. നമ്മൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അങ്ങനെ പോയിക്കോളും. വെറുതെ തള്ളി കൊടുത്താൽ മതി. അവസ്ഥ കേട്ടോ. റൂം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക്, അതായത് അടുക്കള അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണും, പക്ഷെ അവിടുന്ന് ഒരാൾക്ക് നമ്മളെ ഇങ്ങോട്ട് പെട്ടെന്ന് കാണില്ല അല്ലേ. അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വരവരായിട്ട് ദൂരത്തുനിന്ന് പെട്ടെന്ന് നമ്മളെ ഇവിടേക്ക് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് നേരെ അടുക്കളയുടെ പുറത്തേക്ക് പോകാം. കിച്ചൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഇതുണ്ടല്ലോ, നിങ്ങൾ ഓടാമ്പലൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ, ഒക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഒന്നിലൊരു ലോക്കൽ സാധനങ്ങൾ ഒന്നിലും ഫിറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓടാമ്പലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ കിച്ചണിൽ വർക്ക് ഏരിയ അല്ല, നമ്മുടെ സ്റ്റോർ റൂം. എന്തെങ്കിലും സാധനങ്ങൾ ഇനിയും വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സാധനം വെക്കാനുള്ള സ്പേസ് അപ്പുറത്ത് നമ്മളുണ്ട്. അതിൻ്റെ പുറമെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റോറേജ് ഏരിയ. അതേപോലെ ഒരു നമ്മുടെ സിങ്കൊക്കെ നല്ല ബ്രാൻഡഡ് സിങ്കാണ് അല്ലേ, ഹാൻഡ് മെയ്ഡ് എന്ന് പറയില്ലേ. ഇവിടെ ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്, മൊത്തം ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അടുപ്പാണിത്, ഈ കാണുന്നതാണ് അടുപ്പ്.
അടുപ്പ് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്, ആലുവ അടുപ്പ്. പുറത്തേക്കുള്ള ഒരു ഗ്രില്ലാണിത്, പുറത്തേക്ക് കാണുന്ന ഒരു ഏരിയയിലുള്ള ഗ്രില്ലാണിത്. ഇതൊക്കെ നല്ല സ്ട്രോങ് കമ്പികളെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേ കമ്പി തന്നെയാണ് നമ്മുടെ ഇവിടെ അടുക്കളയുടെ പുറത്തേക്കും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു കുഞ്ഞൊരു സിറ്റ് ഔട്ട്, അതായത് പക്ക കുഞ്ഞൊരു സിറ്റ് ഔട്ട്, നമ്മുടെ അത്യാവശ്യം ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ പുറത്താണ് നമ്മുടെ കിണർ നല്ലോണം വെള്ളമുള്ള ഒരു കിണർ. കണ്ടങ്ങൾ ഏകദേശം ഇവിടെ ഒരു 28 റിങ്ങിൻ്റെ മേലെ താഴ്ചയുണ്ട്. അതിലുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിണറിൽ നമ്മൾ അടച്ചു വയ്ക്കാം. അതിൻ്റെ കമ്പിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിനായിട്ട് കൊടുത്ത് ഇവിടെ നമ്മൾ വെള്ളം മുക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ താഴത്തെ കാര്യങ്ങൾ. ഈ കാണുന്ന ഏരിയ ഒക്കെ നമുക്ക് ഉള്ള ഏരിയയാണ്. ഫുള്ള് മതിലായിട്ട് കവർ ചെയ്ത്, അതായത് നമ്മുടെ ഏരിയ ഫുള്ള് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്കുള്ള കാഴ്ച കാണാം. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മുകളിലേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളെന്ന് നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ കോണിക്കൂടി. കോണി ഞാൻ മുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ താഴത്ത് ഞാൻ പറഞ്ഞില്ലേ കൈ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഏരിയ, അവിടെയൊക്കെ നമുക്ക് ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. താഴത്തും അതേപോലെ ഷെൽഫ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാം, മുകളിലേക്ക് പോകാം. മുകളിൽ ഇതേപോലെ തന്നെ ഒരുപാട്, ഇപ്പോൾ ഈ താഴത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൊത്തം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ ഏണിപ്പടികൾ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോവാം. ഇവിടെ ഒരു ലാൻഡിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ലാൻഡിങ് വന്നു. ഈ ലാൻഡിങ് വന്നിട്ട് നേരെ ഇവിടെ കാണുന്നുണ്ടോ, താഴത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ നമ്മളിവിടെ ഒരു പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു കുഞ്ഞൊരു ബാൽക്കണി. ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ പുട്ടിയിട്ട വർക്ക് തന്നെയാണ്. വീട് മൊത്തം പുട്ടിയിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരിക്കാം. ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല വൈബാണ്. പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കണ്ടിരിക്കാനൊക്കെ രസമായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു അതായത് പുറത്തേക്ക് ഒരു ബേ ആയിട്ട് കൊടുത്തിട്ടുള്ള, അതായത് പുറത്തേക്ക് ചെറിയൊരു കോൺക്രീറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അടച്ച് ഇതിൻ്റെയൊക്കെ ഓടാമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ വർക്കല്ല, നല്ല അടിപൊളി വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പ് കയറാം. വലിയ ഒരു ലാൻഡിങ് ഏരിയ, വലിയ ഒരു ലാൻഡിങ് സ്പേസിലേക്ക് എത്തി. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാം, അപ്പുറത്തേക്ക് കാണാവുന്ന രീതിയിലാണ്. ഇതൊക്കെ ഗ്ലാസ് കൊടുക്കാനുള്ള ഏരിയ കേട്ടോ. ഇവിടെ ഇതേപോലെ ഇവിടെയും ഗ്ലാസ് കൊടുക്കാണ്ട്, അവിടെ നിന്നിട്ട് കിളികളൊന്നും വരാതിരിക്കാൻ. മുകളിൽ കണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വലിയൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഇതാ മറ്റേ ലൈറ്റില്ലേ തൂക്കിയിടുന്ന ആ ലൈറ്റ് കൊടുക്കാനുള്ള ഒരു ഏരിയയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണിയാണ് അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് പോകാം. ഞങ്ങൾ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഷീറ്റ് ഇട്ടതാണ് കേട്ടോ, വർക്ക് നടന്നുകൊണ്ട് ഷീറ്റ് ഇട്ടതാണ്. വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി, അതായത് ഒരു 5-10 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി. ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയ്ക്ക് ഇവിടെ കുറച്ച് വീടുകളുണ്ട്, തൊട്ടടുത്ത് ഭാഗത്തായിട്ട് കുറച്ച് വീടുകളുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് കണ്ടോ, ഫുള്ള് ഭംഗിയായിട്ടൊരു ഏരിയ. മലയൊക്കെ കണ്ടില്ല നിങ്ങളപ്പുറത്ത്, നല്ല അടിപൊളി മലയായിട്ട് അവിടെ ഉണ്ട്. കാണാനൊക്കെ നല്ല രസമായിട്ടുള്ള ഏരിയ തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തേക്കുള്ള കാഴ്ച. നമ്മുടെ മുറ്റം, അതായത് മുറ്റം എത്ര ഏരിയ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് ഏരിയ മുറ്റത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇതിന് തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് വലതേ ഭാഗത്ത് കൂടി ഒരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് പുറത്തേക്ക് കാണുമ്പോൾ കണ്ടെങ്കിൽ ഇവിടെ താഴത്തേക്ക് ഉണ്ടോ, ഇത് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാണ്. അതായത് ചെറിയ പുറത്തേക്കുള്ളൊരു ബാൽക്കണി ഏരിയയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതേപോലെ ഇവിടെയും സീലിംഗ് വർക്ക് ഇതിലൊന്നും ഒരു കുറവ് വരുത്തിയില്ല, മൊത്തം സീലിംഗാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം ഈ ഒരു വീടിൻ്റെ എമൗണ്ട് നിങ്ങൾ കാണുമ്പോൾ ഇത്ര എമൗണ്ടേ ഉള്ളൂ എന്നുള്ള ചിന്താഗതി വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത്.
വീട് വാങ്ങാൻ വരുന്നവർക്ക് കേട്ടോ. അതായത് അത്രയും നല്ലൊരു സൗകര്യമുള്ളൊരു വീടാണ്. ഈ കാണുന്ന ഭാഗത്ത് മുകളിലത്തെ ഈ നിലയിൽ ഫുള്ള് വർക്കും ചെയ്തിട്ടുണ്ട്. അതായത് കട്ടിലിഞ്ഞ് കൊണ്ടുവന്ന് കടയ്ക്കാൻ ഇട്ടാൽ മതി, അത്രയുള്ള ഏരിയ ഉള്ളൂ. ബാക്കി വർക്കുകൾ മൊത്തം കഴിഞ്ഞതാണ്. കാരണം ഇതിൻ്റെ ഷെൽഫ് കണ്ടങ്ങൾ 4 ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇവിടെ അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളും 6x6 ഒരു കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്, ബോക്സ് കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇംബിൾഡായിട്ട്, അതായത് അടിപൊളിയായിട്ട്, ചെറിയ വർക്കില്ല, നല്ല വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു ഷെൽഫ് ഇവിടെ വരും, അപ്പുറത്തൊരു ഷെൽഫ് വരും. നമ്മൾ മൊബൈലൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൾട്ടിവുഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ജനലാണ്, അതേപോലെ ഇവിടെ ഒരു 5 ജനൽ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ സീലിംഗ് വർക്ക് ഇതാണ് വരുന്നത് കേട്ടോ. ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഇവിടെ തന്നെ ഒരു ഷെൽഫ്, ഇപ്പോൾ ഈ നേരത്തെ താഴത്ത് കണ്ട അതേപോലെ തന്നെ ഇവിടെയും ഒരു ഷെൽഫും ഒരു കണ്ണാടി വെക്കാനുള്ള ഏരിയയും നമുക്ക് അലമാരയായിട്ടുള്ള യൂസ് ചെയ്യാനുള്ള കാര്യം. അതായത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീടിന് മൊത്തം ഉപയോഗിക്കാനുള്ള ഒരു അലമാര ഒരു റൂമിൽ തന്നെ ഉണ്ട്. അത്രയും വലുപ്പത്തിലാണ് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഒരു സാധനവും അവർ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല, മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ റൈറ്റ് സൈഡാണ് നമ്മുടെ ബാത്റൂം ഇതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. വലിയ ബാത്റൂം കൂടെ നമ്മുടെ സിങ്ക് കൊടുക്കാനുള്ള ഏരിയ ഉണ്ട്, ക്ലോസറ്റിൻ്റെ ഏരിയ, നമ്മുടെ ഷവറിൻ്റെ ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതൊക്കെ ടൈലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. അതായത് ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഓപ്പൺ ടെറസാണിത്. ഇതാണ് ഓപ്പൺ ടെറസ് കേട്ടോ. നല്ല ഇതൊക്കെ ടൈലിട്ടതാണ്, മൊത്തം ടൈലിട്ടാണ്. ഇവിടെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ അലക്കിയ തുണിയൊക്കെ തോരിടാൻ പറ്റിയ ഒരു ഏരിയയാണ്. മഴയുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മൾ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ, എല്ലാം കോൺക്രീറ്റ് ആയിട്ട്. ഇവിടെ കണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്, വേണമെങ്കിൽ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ആ കാണുന്ന ഏരിയ കണ്ടെങ്കിൽ അവിടെ ഒരു നല്ല അടിപൊളി മല കാണുന്നുണ്ട്. അത് നല്ല വ്യൂ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ശരിക്കും ഇവിടെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മാത്രം മതി ഭക്ഷണം കൊടുക്കാനും. അതായത് എന്താ പറയുക, ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയാണ്. അത്രയ്ക്കും വിശാലമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർ ആർക്കെങ്കിലുമൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീടിന് വരുന്ന എമൗണ്ട് ഞാൻ താഴത്ത് പറയാം. ഈ വീടിന് മൊത്തത്തിൽ ഇവർ പറയുന്ന എമൗണ്ട് 70 ലക്ഷം രൂപയ്ക്കാണ്. 70 ലക്ഷം രൂപയ്ക്ക് 18 സെൻറ്റ് സ്ഥലവും ഒരു വീടും. വീടെന്ന് പറഞ്ഞാൽ പുതിയ വീടാണ്, ആരും ഇതുവരെ താമസിക്കാത്ത വീടാണ്. വർക്ക് ചെറിയ ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ വർക്കും തീരും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക. നിങ്ങളുടെ കൂട്ടുകാർ ആർക്കെങ്കിലൊക്കെ വീട് വേണമെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ചാനലുണ്ട്. അതേപോലെ ചിലവ് ചുരുക്കിയുള്ള ഒരുപാട് വീടുകളുടെ കാര്യങ്ങളുണ്ട്. നമ്മുടെ എങ്ങനെയാണൊരു വീട് വെക്കേണ്ടത്, വീടിൻ്റെ സ്ഥലം എങ്ങനെ വാങ്ങണം, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ വീട് വിൽക്കാനോ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഈ നമ്പറൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർ, ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ, ഇത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ വീട്. അപ്പോൾ ദൂരെയുള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക്, എനിക്ക് അവിടെ വന്നെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് അവരിങ്ങോട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്